എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. ഇപ്പോൾ UDFനെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ കേൾക്കേണ്ടി വരുന്ന ചില കാര്യങ്ങൾ മൊത്തം കോൺഗ്രസ്സിനെ നാണം കെടുത്തുന്ന കാര്യങ്ങളാണ്. ഇവിടെയുള്ള UDF നേതാക്കൾ ഒന്ന് പുറകോട്ട് ചിന്തിക്കുക. തമിഴ്നാട്ടിൽ ഒരു ചീഫ് മിനിസ്റ്റർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര്, ഒരു മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകനാണ്. അദ്ദേഹത്തിൻ്റെ പേര് കാമരാജ്. സ്വന്തം പദവികളെല്ലാം രാജിവെച്ച് പാർട്ടിക്ക് വേണ്ടി, കോൺഗ്രസ്സിന് വേണ്ടി തമിഴ്നാട്ടിലും ഇന്ത്യയിലും മൊത്തം പ്രവർത്തനത്തിനായി അദ്ദേഹത്തിൻ്റെ സ്ഥാനമാനങ്ങൾ ഒഴിഞ്ഞു വെച്ച് മാറിപ്പോയ ആ ഒരു വലിയൊരു മനുഷ്യനാണ് കാമരാജ്. അദ്ദേഹത്തെക്കുറിച്ച് ഇന്നത്തെ നേതാക്കന്മാർ ഒന്ന് ഓർക്കുന്നത് നന്നായിരിക്കും. 10 വർഷം വളരെ കഷ്ടപ്പെട്ടുള്ള ബുദ്ധിമുട്ടുകളെല്ലാം സഹിച്ച് പ്രത്യാശയുടെ എല്ലാ ജനങ്ങളും ഒന്നിച്ചു ചെന്ന് വോട്ട് ചെയ്ത് UDF 100% വിജയത്തിൽ എത്തിക്കഴിഞ്ഞെന്നുള്ള വിശ്വസിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ചില കപട ശുഭവസ്ത്രധാരികൾ കാട്ടിക്കൂട്ടുന്ന ചില കോമാളിത്തരങ്ങൾ, വഞ്ചിക്കുന്നതാണ്. കോൺഗ്രസ്സിനെ വഞ്ചിക്കാൻ ഇവർ എത്ര പേർ LDFൻ്റെയും BJPയുടെയും കോടികൾ വാങ്ങി കൂറുമാറാൻ വേണ്ടി കാത്തിരിക്കുന്നത് കണ്ടറിയണം. കാരണം അതിന് ബലമേകുന്ന ഒത്തിരി കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിലും മറ്റുമായി വരുന്നത്. ഇതിനെതിരായിട്ട് ആരും പ്രതികരിക്കുന്നില്ല. അപ്പോൾ ഈ കള്ളന്മാർ ഇതിനൊക്കെ കൂട്ടുനിൽക്കുന്നവരാണ്. അതിലേറ്റവും വേദനാകരമായ മറ്റൊരു കാര്യം, ഈ കോൺഗ്രസ്സിനെ ഈ UDFന് വേണ്ടി, UDFൻ്റെ ഘടകകക്ഷികൾക്ക് വേണ്ടി രാത്രിയും പകലും അധ്വാനിച്ച ഒത്തിരി പ്രഗത്ഭരായ ചെറുപ്പക്കാർ, തൻ്റെ ഇടമുള്ള ചെറുപ്പക്കാരുണ്ടായിരുന്നു. അതിൽ വക്കീലന്മാരുണ്ട്, മറ്റു പ്രവർത്തനങ്ങളുണ്ട്. എന്തിനു വേണ്ടി? ഈ സോഷ്യൽ മീഡിയയിൽ തന്നെ ഈ PR വർക്ക് ചെയ്യാൻ വേണ്ടി തന്നെ യാതൊരു ലാഭം ഇല്ലാതെ അഹോരാത്രം വർക്ക് ചെയ്യുന്ന അവരിൽ പലരെയും ഇപ്പോൾ ചവിട്ടി പുറത്താക്കിയ മോശമായ ഒരു വാർത്ത കൂടെ വരുന്നു. എത്ര കണ്ട് സത്യമാണെന്നറിയില്ല. അത് തന്നെ ഈ ലോയേഴ്സ് ഫാമിലുള്ളവർ തന്നെ എല്ലാം മിടിമിടുക്കരായ ആൾക്കാരെയും അവരെ മാനസികമായിട്ട് ഉപദ്രവിക്കാനുള്ളൊരു സംവിധാനം മുതിർന്ന നേതാക്കന്മാരിൽ നിന്നുണ്ടെന്നാണ് കേൾക്കുന്നത്. ഇനി എനിക്ക് മിസ്റ്റർ KC വേണുഗോപാലിനോട് ഒരു കാര്യം പറയാനുണ്ട്. മിസ്റ്റർ വേണുഗോപാൽ, താങ്കളിൽ കൂടിയാണ് കേരളത്തിൻ്റെ വ്യക്തമായിട്ടുള്ള ചില വ്യക്തതയല്ല, അത് സത്യമോ അസത്യമായുള്ള കാര്യങ്ങൾ രാഹുൽ ഗാന്ധി അറിയുന്നത്. അതിന് ഏറ്റവും അടുത്തൊരു വലിയൊരു ബ്രിഡ്ജ് ഇൻ ബിറ്റ്വീൻ രാഹുൽ ഗാന്ധി ആൻഡ് കേരള പൊളിറ്റിക്സ്. യു ആർ ദ ബ്രിഡ്ജ്. നിങ്ങളാണ് എൻ്റെ പാലം. ചിലവർ പറയുന്ന വേണുഗോപാൽ ഇവിടുത്തെ മുഖ്യമന്ത്രിയായിട്ട് വരാനുള്ള താല്പര്യം, അത് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന വലിയൊരു പദവിയാണ്. കോൺഗ്രസ്സിൽ നിങ്ങളത് വർക്ക്, നിങ്ങളതിൽ ഏതാണ്ട് നല്ല രീതിയിലുള്ള വിജയം കാക്കുന്നു. നിങ്ങൾ ഇപ്പോഴും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ദയവ് ചെയ്ത് ഈ കേരള രാഷ്ട്രീയത്തിൽ ഇവിടെ നടക്കുന്ന ഈ സന്യാസിമാരുടെ കൂട്ടം നിങ്ങളും പെടരുത്. നിങ്ങളങ്ങനെ ഒരു സ്ഥാനത്തിൽ വരാനും ആഗ്രഹിക്കരുത്. പലരും നിങ്ങളെ ആ ഒരു സ്ഥാനം തന്ന് അലങ്കരിച്ച് ചില കാർട്ടൂണുകളൊക്കെ വരുന്നുണ്ട്. അത് വേണ്ട. നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ഇന്ത്യയിലെ ഒരു കോൺഗ്രസിൻ്റെ ഒരു മുതിർന്ന നേതാവാണ്. അത് നിങ്ങൾ നല്ലതായി അലങ്കരിക്കുന്നു. അതുതന്നെ ആയിരിക്കണം നിങ്ങൾക്ക് ഏറ്റവും യോജിച്ചതും അത് തന്നെയാണ്. പിന്നെ ഇവിടെയുള്ള ഈ കോൺഗ്രസ് നേതാക്കന്മാരോട് ഒന്ന് പറയാനുള്ളത്, നിങ്ങളിരിക്കുന്ന വസ്ത്രത്തിനൊരു വില കൊടുക്കുക. നിങ്ങൾ ഒളിഞ്ഞും ഒളിയാതെയൊക്കെ പല പ്രസ്താവനകളും നിങ്ങളുടെ അണികളിൽ കൂടി നടത്താറുമുണ്ട്. നാറ്റക്കേസാണിത്. ഇതൊന്നും പാടില്ല. കഴിയുന്ന ഇങ്ങനെയുള്ള പ്രസ്താവനകളെല്ലാം ഇറക്കുക. തൻ്റെ ഇടമുള്ള ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാക്കന്മാരുണ്ട്. ഇപ്പോൾ മുഖ്യമന്ത്രിയായിട്ട് പബ്ലിക്കിൻ്റെ മുന്നിൽ പല ഗ്രൂപ്പുകളും പറയുന്ന ആരൊക്കെയാണോ നമുക്കറിയാം. ഞാൻ പേര് പറയുന്നത് എനിക്ക് നാണക്കേട് ആ പേരുകൾ പറയാൻ തന്നെ. ആദ്യം ചെയ്യേണ്ടത്, ഈ വേഷം കെട്ടി നടക്കുന്ന ആരാണ് തൻ്റെ ഇടമായിട്ട് പറയാൻ, എനിക്ക് ഈ മുഖ്യമന്ത്രി പദം കൊണ്ട് യാതൊരു പദവും വേണ്ട. അങ്ങനെ എത്ര പേരാണ് പറയുന്നത്? ആരും പറഞ്ഞിട്ടില്ല, ആരും പറഞ്ഞ് കേൾക്കുന്നില്ല. അപ്പോൾ എല്ലാവർക്കും ആ മോഹമുണ്ട്.
ചെയ്യാമെന്നുള്ള ഈ നേതാക്കന്മാരെല്ലാം ചേർന്ന് നിങ്ങളുടെ ഒരു പാനൽ രൂപം കൊടുത്ത് നല്ല ഉശിരും ഉണർവും നല്ല തൻ്റെയുള്ള ആൾക്കാരെ മന്ത്രിമാരാക്കുക. അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നിങ്ങൾ കൊടുക്കുക. അവരെ കൊണ്ട് ഭരണം നടത്തുക. അതിനർത്ഥം ഇപ്പോൾ ഉള്ള നേതാക്കന്മാർ മോശമൊന്നുമല്ല, കഴിവുള്ളവരാണ്, സാമർഥ്യമുള്ളവരാണ്, എല്ലാത്തിനും തൻ്റെ ഇടമുള്ളവരാണ്. അവരും ഇന്നത്തുള്ള ചെറുപ്പക്കാരന് ചേർന്നുള്ളൊരു വിജയമാണ് ഈ കൈവരിച്ചിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, തണ്ടൂല് ചെടിച്ചട്ടിയുടെ കൊണ്ടുള്ള തല്ലുകൊള്ളുകയും മറ്റ് ബോഡി ഗാർഡന്മാരുടെ തല്ലുകൊണ്ടൊക്കെ ഈ വളരെ ബുദ്ധിമുട്ടിയ കുറേ നേതാക്കന്മാർ, ഒരു ചെറുപ്പക്കാരുണ്ട്. അവരെയൊക്കെ ഈ വിദ്യാർത്ഥി സംഘടനയിലുള്ള അവരെയൊക്കെ നമ്മളൊന്ന് ഓർക്കണം. നിങ്ങൾ ഈ കാട്ടിക്കൂട്ടുന്ന കോലാകുന്നത് അവർക്കാണ് എഫക്റ്റ് ആകുന്നത്. അവർക്ക് പ്രചോദനമാകുന്ന രീതിയിൽ നിങ്ങൾ പ്രവർത്തനം കാഴ്ചവെക്കുക. ഇവിടെ മന്ത്രിയല്ല പ്രധാനം. നിങ്ങളൊന്നും വിചാരിക്കുക, ഏത് മന്ത്രി ആയിരുന്നാലും അതൊരു മുൾക്കിരീടമാണ്. നിങ്ങൾ മറ്റുള്ളവരുടെ ഈർഷ്യ ഭരിച്ചുകൊണ്ട് ആര് മുഖ്യമന്ത്രിയായാലും, ആര് ആഭ്യന്തരമന്ത്രിയായാലും, ആര് റവന്യൂ മന്ത്രിയൊക്കെ ആയിരുന്നാലും അവർക്കതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾ ഒരുപാട് വേദനിക്കേണ്ടി വരും. നിങ്ങൾക്ക് സംഘടനാ തലത്തിലും നിങ്ങൾക്ക് പാർട്ടി തലത്തിലും ഒന്നും ചെയ്യാൻ പറ്റുക, നിങ്ങൾക്ക് തലവേദന കൂടിക്കൊണ്ടേയിരിക്കും. കാര്യം അതിനുള്ള പാരപ്പണികൾ വർക്ക് ചെയ്യാൻ ഒട്ടും മോശക്കാരല്ലാത്ത ആൾക്കാരാണ് UDFിലുള്ളതെന്നുകൂടെ മനസ്സിലാക്കുക. കാരണം ഇത് അനുഭവങ്ങൾ തെളിയിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് പ്രധാനപ്പെട്ട നേതാക്കന്മാരോടും പറയുന്നു, ദയവ് ചെയ്ത് കഷ്ടപ്പെട്ട് രാത്രിയും പോലും കഷ്ടപ്പെട്ടവരെ പുറംകാലം കൊണ്ട് അടിച്ച് ചവിട്ടി പുറത്ത് കളയരുത്. അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കേൾവി എനിക്ക് എത്ര രണ്ട് ഭാഷം വരല്ല. ആ അഡ്വക്കേറ്റിൻ്റെ പേരൊക്കെ ഒന്ന് ഞാൻ പറഞ്ഞത് മുൻപുള്ള എൻ്റെ ഒരു വീഡിയോയിൽ ഒരു BRM ഷബീറിനെ കുറിച്ച് ഒരു അഡ്വക്കേറ്റാണ് അദ്ദേഹം. അതേപോലെ തന്നെ പലരുടെ പേരുകളും വരുന്നു. അവരെ എല്ലാം മാറ്റിക്കൊണ്ട് അതുമായിട്ട് ഒരു ബന്ധമില്ലാത്തവർ, ആ ജോലി ചെയ്യാൻ സാധിക്കാത്തവരെ പിടിച്ച് സ്ഥാനമാനങ്ങൾ കൊടുത്ത് ഉള്ളൊരു പ്രവർത്തനം തിരശ്ശീലയ്ക്ക് പിന്നിൽ നടക്കുന്നതായിട്ട് അറിയുന്നു. അത് ചെയ്യരുത്. നിങ്ങൾ അങ്ങനെ ചെയ്യുന്നെങ്കിൽ, മന്ത്രി പദം മോഹിച്ച് ആരെങ്കിലും വെട്ടിവീഴ്ത്താൻ ശ്രമിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു കുരുക്കാകും. നിങ്ങളുടെ അവസാനം പോയി എത്തുന്നത് ഈ BJPയിലും മറ്റേ LDFിലൊക്കെ ആയിരിക്കും. നിങ്ങൾ അവരെ വളർത്താനാണ് ഉദ്ദേശിക്കുന്നത്, അറിയില്ല. ഇനിയിപ്പോൾ ഇതിൽ എത്ര ഒരു കോടികളൊക്കെ ഓഫർ ചെയ്ത് കിട്ടിയേക്കാം, ഒന്ന് മാറി നിൽക്കാനും എല്ലാത്തിനും. അപ്പോൾ ഉള്ള ഭൂരിപക്ഷത്തിൽ വെച്ച് മറ്റേ ഘടകകക്ഷികളെയും ചേർന്ന് LDF ഒരു ഭരണം വന്നുകൂടാകില്ല. കാര്യം അതിനുള്ള എല്ലാ സംവിധാനങ്ങളാണ് ഇപ്പോൾ UDFിലെ ചില നേതാക്കന്മാർ ചെയ്യുന്നത്. അതുകൊണ്ട് സംഭവിച്ച് ഇനിയെങ്കിലും അങ്ങനെയുള്ള സംവിധാനങ്ങൾക്ക് പോകാതിരിക്കുക. തൻ്റെ ഇടമായിട്ട് എല്ലാവരും ഏകോപിപ്പിച്ച് സീനിയേഴ്സും ജൂനിയേഴ്സും എല്ലാവരും കൂടെയൊക്കെ ചേർന്ന് നല്ലൊരു മന്ത്രിസഭയ്ക്ക് രൂപം കൊടുക്കുക, ഒരു പാനൽ ഉണ്ടാക്കുക. സർവ്വസമ്മതം ആർക്കെങ്കിലും ഒരു മന്ത്രിസഭ നല്ല സ്ഥാനം കിട്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ മന്ത്രിപദം കിട്ടിയാൽ 5 വർഷം അവിടെ നിന്ന് ഭരിക്കാമെന്നുള്ള ശകലം മാറ്റിവെച്ച് വേണോ ഒരു പകുതി ടേമായിട്ട് അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അങ്ങനെയുള്ള സംവിധാനം ഉണ്ടാക്കിയെടുക്കുക. എങ്കിൽ മാത്രമേ ഇവിടെ നിൽക്കൂ. ഇല്ലെങ്കിൽ ഒരു 90 ഡേയ്സ് കൊണ്ട് ഇതെല്ലാം പൊട്ടി തകർന്ന് തരിപ്പണമായി എവിടെയെങ്കിലുമൊക്കെ കയറി ചേക്കേറുന്ന ഒരു അഗതിയെപ്പോലെ, അഗതികളില്ലാതെ ഈ അന്യരാജ്യത്ത് നിന്നുകൊണ്ട് ബംഗ്ലാദേശികളുടെ ആ ഒരു ലെവലിലോട്ട് കോൺഗ്രസ്സുകാർ എത്തരുത്. അതിനാണ് ഇപ്പോൾ ഓരോന്നും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ എന്താ പറയുക, ഈ പ്രായത്തിലൊക്കെ വളരെ യങ്ങാണ് രാഹുൽ ഗാന്ധി, പ്രിയങ്ക, അവർക്ക് പരിചയമുണ്ട്, അവരുടെ പേരൻസ് കിട്ടിയ ആ ജീൻസ് അതാണ്. പക്ഷേ എങ്കിലും അവരെയും ഒരുമാതിരി പ്രാന്തവും ഒരു കൺഫ്യൂഷൻ ആക്കുന്ന രീതിയിൽ അവരെ മിസ്ഗൈഡ് ചെയ്യാതിരിക്കുക. അതിൻ്റെ ഏറ്റവും കൂടുതൽ ഇവരുമായിട്ട് ബന്ധം പുലർത്തുന്ന KC വേണുഗോപാൽ, നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. നിങ്ങളും ഇതിൻ്റെ ഒരു നല്ല റോൾ കഴിക്കേണ്ട ഒരു നല്ല റോൾ എടുക്കേണ്ട ഒരു വ്യക്തിത്വമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ UDFിന് വേണ്ടി വോട്ട് ചെയ്തവരെ ചതിക്കരുത്, വഞ്ചിക്കരുത്. എല്ലാ നേതാക്കന്മാരോടും പറയണം, ഒറ്റുകൊടുക്കരുത്. ആ ഒരു സംവിധാനം ഉണ്ടാക്കാൻ ആരും ശ്രമിക്കരുത്. അതുപോലെ സത്യസന്ധമായ കാര്യങ്ങളിലേക്ക് തിരിക്കുക. നല്ല പ്രയത്നശാലികളായ വീറും വാശിയുമായി പ്രവർത്തിച്ച ആൾക്കാരെ ആരും പുറത്ത് കളയാതിരിക്കുക. അവരെ വച്ചാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അവർക്ക് വേണ്ട പ്രചോദനം കൊടുക്കുക. വീണ്ടും അവർക്ക് ശക്തിയോടെ അവരുടെ ഓരോ പ്രവർത്തനങ്ങളും കാഴ്ചവെക്കാനുള്ള ഒരു ഡയസാണ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ടത്. അതുകൊണ്ട് ഏതെങ്കിലും
കാമരാജിൻ്റെ റോഡെടുക്കാൻ കഴിവുള്ള ആരുണ്ടെങ്കിലും മുമ്പോട്ട് വരിക. നല്ല ചെറുപ്പക്കാരുണ്ട്, അവരെയെല്ലാം വേണ്ട രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യുക. തല്ലും അതും ഒക്കെ കൊണ്ട് കേസുമായിട്ട് നടക്കുന്നവരെ ഇനിയെങ്കിലും അവരെ അതിൽ നിന്നൊക്കെ ഒഴിവാക്കി നല്ല രീതിയിൽ പ്രവർത്തിക്കാനുള്ളൊരു സാഹചര്യം സൃഷ്ടിക്കേണ്ടത് ഈ വരുന്ന UDF ഗവൺമെൻറ്റിനാകണം. ഇനിയും ആൾക്കാരെ നശിപ്പിക്കാനുള്ള, ആൾക്കാരുടെ ഡിസപ്പോയിൻ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു സംവിധാനം ഒരു നേതാക്കളിൽ നിന്നും ഉണ്ടാകരുത്. പദവിയൊക്കെ വരും, അത് അതിൻ്റെ നേരത്തിന് ഓട്ടോമാറ്റിക്കായിട്ട് വന്നു ചേരും. അത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. സോ കഴിയുന്നതും ഈ കോലാഹലങ്ങളും നിർത്തുക. നല്ലൊരു മന്ത്രിസഭ രൂപീകരണത്തിനായി ശ്രമിക്കുക. മിസ്റ്റർ VD സതീശനായിരുന്നാലും ചെന്നിത്തല ആയിരുന്നാലും നിങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ മുന്നിൽ നിൽക്കുന്നവരാണ്, കഷ്ടപ്പെട്ടവരാണ്. നിങ്ങളുടെ പ്രവർത്തനം അതുമെല്ലാം കേവലം ചെറിയ ഒരു മന്ത്രി കസേരകൾ കൊണ്ട് ഒതുക്കരുത്. അതിനൊക്കെ ഒരു വലിയ കസേരകളാണ് നിങ്ങൾക്ക് വേണ്ടത്. ഒപ്പം സ്ഥാനവും നിങ്ങളായിരിക്കും എല്ലാവരുടെയും മോഡലായി മാറേണ്ടത്. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക് യു.